ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷീറ്റ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വറവ് റെസിപ്പിയാണ്. വറവ് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുക, തോരൻ റെസിപ്പി. ഓക്കെ, വെണ്ടക്ക എഗ് ബുർജി. ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചതിന് ശേഷം 2 ഗാർലിക് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഹാഫ് ഒണിയൻ സ്ലൈസ് ചെയ്തിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന് കുറവ് ഒരു പിഞ്ച് ജീരകം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇത് വഴറ്റിയെടുക്കുക. വഴറ്റി ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് ഞാനൊരു 6-7 വെണ്ടക്ക എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ റെസിപ്പി ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാം, ചോറിലൂടെയും കഴിക്കാം കേട്ടോ. ഒരു തോരനായിട്ട് നിങ്ങൾക്ക് കഴിക്കാം, പിന്നെ ഒരു സബ്ജി പോലെയായിട്ട് ചപ്പാത്തിൻ്റെ കൂടെയും നിങ്ങൾക്ക് കഴിക്കാം. ഓക്കെ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പം ഞാനിത് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വെണ്ടക്ക ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വെണ്ടക്ക ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം 1/2 ടീസ്പൂൺ നോക്കിയിട്ട് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിൽ കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ വെണ്ടയ്ക്കൊക്കെ ഈ പച്ചയൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്ന് വാടി വരുന്ന സ്റ്റേജ് വരെ നമുക്കിത് സ്ലോ കുക്ക് ചെയ്തിട്ട് എടുക്കാം. നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ആണെങ്കിൽ നല്ല രീതിയിൽ വേഗം തന്നെ വാട്ടിയെടുക്കുക കേട്ടോ. ഞാൻ ഇതിൽ അലൂമിനിയം അല്ലെങ്കിൽ ഇറ്റാലിയൻ കുക്ക് വെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പറ്റി പിടിച്ചിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണിന് കുറവ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൊറിയാൻഡർ പൗഡർ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് മുളക് കൊടുക്കുന്നുണ്ട്, അങ്ങനെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. കണ്ട് അടിക്കൊക്കെ പിടിക്കും. അതിങ്ങനെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ചുരണ്ടിയിട്ട് കൊടുക്കുക. അപ്പം അതിൻ്റെ ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചുരണ്ടിയിട്ട് കരിഞ്ഞൊരു ടേസ്റ്റ് വരുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. അപ്പോൾ അതിങ്ങനെ ചുരണ്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ വിട്ട് വന്നോളും. വെണ്ടക്ക ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഗ്രീനിഷ് കളറൊക്കെ പോയി ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് അധികം ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, വെന്തിട്ടുണ്ടെങ്കിൽ അത്രയും മതി. ഓക്കെ, അപ്പോൾ ഇത് ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. വെണ്ടക്ക നല്ല ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്, ഉള്ളിയൊക്കെ. അപ്പം നല്ല രീതിയിൽ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. വെണ്ടക്കയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇത്രയും മതി. അതിൻ്റെ ഗ്രീൻ ഷെയ്ഡ് അവിടെ തന്നെ ഉണ്ടാവണം. അപ്പം നല്ലോണം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രീൻ ഷെയ്ഡൊക്കെ പോകും. ഓക്കെ, അതെ ഈ രീതിയിൽ കിട്ടണം. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, ബീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിലൊരു കുഴി പോലെ ആക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്യാൻ എഗ്ഗ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലോണം നമ്മൾ എഗ് ബുർജിക്ക് ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നല്ലോണം സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ പാത്രം. എന്നിട്ട് വേണം എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി പാത്രം നല്ലോണം ചൂടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് എഗ്ഗ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോയിൽ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സൈഡിലൊക്കെ പറ്റി പിടിക്കും. അതൊക്കെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചിരണ്ടി എടുത്തിട്ട് നല്ല ബുർജി പോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടുവരാൻ വേണം. ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബാക്ക് ടു റെസിപ്പി. അപ്പോൾ ഇത് എഗ്ഗൊക്കെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈയിൽ കിട്ടണം കേട്ടോ. നമ്മൾ സാധാരണ ഈ തോരൻ കിട്ടുന്ന പോലെ തന്നെ നല്ല ഡ്രൈയിൽ കിട്ടണം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 കറിവേപ്പിലയും കൂടി പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ലീവ്സും. അപ്പം ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കറിവേപ്പിലിൻ്റെ ഒരു മണം ടേസ്റ്റും നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തത് കറിവേപ്പില. അപ്പം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചുരണ്ടി വെച്ച് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. വെണ്ടക്ക കൊണ്ട് തന്നെ ചോറിന് കൂട്ടാൻ പറ്റും. ഒരു അടിപൊളി കേടുകറിയും കൂടി ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, കുക്ക് വിത്ത് ലവ്.